എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇന്ദ്രേട്ടാ, മായ വിളിച്ചത് അവൻ ആലോചനയിൽ നിന്ന് തിരിഞ്ഞ് അവളെ നോക്കി. കോഫി? ആ ഇങ്ങതാ. വാവ്, സൂപ്പറാണല്ലോ. ഒരു കവിൾ കുടിച്ചത് ഒരു പുൻസിരിയോട് അവളെ നോക്കി പറഞ്ഞു. അടുത്ത നിമിഷം അവന്റെ മുഖത്ത് വിരിഞ്ഞ ആ പുൻസിരി അവളിലേക്കും പടർന്നിരുന്നു. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് താനുണ്ടാക്കിയ കോഫി കുടിക്കുന്നത്. ഏട്ടന്റെ കൂടെ വീട്ടിൽ പലതവണ വന്നിട്ടും തന്റെ കൈ കൊണ്ടൊരു ചായ പോലും കിട്ടിയിട്ടില്ല. ഒരു പരിഭവം എന്ന പോലെ ഇന്ദ്രൻ പറഞ്ഞു. ഏതായാലും അതിനൊക്കെ ഭാഗ്യം കിട്ടിയത് ഏട്ടനാ. പെട്ടെന്ന് ശ്രീഹരി കുറിച്ച് പറഞ്ഞു. മായയുടെ മുഖത്തെ ചിരി മാഞ്ഞു, തല താഴ്ന്നു. ഏയ്, ഞാനൊരു തമാശ പറഞ്ഞാടോ, സോറി. അവളുടെ മുഖം കണ്ടതും അവനൊരു ക്ഷമാപണം പോലെ പറഞ്ഞു. അതിനവളൊന്നും മിണ്ടിയില്ല. ആ സൈലന്റ് കണ്ടപ്പോഴേ അവൻ പറഞ്ഞു പോയതിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നി. അറിയാതെ പോലും ഏട്ടനെ കുറിച്ച് പറഞ്ഞിട്ട് അവളെ വേദനിപ്പിക്കരുത് മനസ്സിൽ ഉറപ്പിച്ചതാ. ഇത് പക്ഷേ അറിയാതെ വന്നുപോയതാ. എടോ, സോറി പറഞ്ഞില്ലേ ഞാൻ. ഇനി ഈ പിണക്കം വേണോ? ഏയ് സാരമില്ല ഇന്ദ്രേട്ടാ. അവന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. എന്നോ ഒന്ന് പുഞ്ചിരിക്കെ. ജീവിതത്തിൽ ഇത്ര നാളും സങ്കടപ്പെട്ടില്ലേ? ഇനിയും വേണോ? താനല്ലേ നേരത്തെ എനിക്ക് വാക്കെന്ന് ഇനി സങ്കടപ്പെടില്ലാന്ന്. ഇന്ന് തന്നെ വാക്ക് തെറ്റിച്ചല്ലേ? അവൻ കളിയായി പറഞ്ഞു. അത് ഇനി ഉണ്ടാവില്ല എന്നല്ലേ? എടോ, താൻ ഇനിയെങ്കിലും സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്ക്. ആർക്ക് വേണ്ടി ഒന്നിനു വേണ്ടി സ്വന്തം വില കളയാതിരിക്കുക. പിന്നെ കുറച്ച് ധൈര്യമൊക്കെ വേണം. ഇല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടാൻ ഒരുപാട് പേരുണ്ടാവും. തൻ്റെ ചോര പോലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ? അതുകൊണ്ട് പറയാ, ആരോട് എപ്പോഴും മനസ്സിലുള്ള തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. അല്ലാതെ ആരെങ്കിലും അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേഗം ഓക്കെ പറയല്ലേ വേണ്ടത്. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ലെന്ന് തന്നെ പറയണം, അതാരായാലും. അവന്റെ വാക്കുകൾ കേട്ടതും ഉള്ളിലെ നോവ് മറച്ചു പിടിച്ച് അവനെ നന്ദിയോടെ അവൾ നോക്കി. എന്തിനാണോ ഈ ടെൻഷൻ? കൂടെ ഞാനില്ലേ, എന്തിനും ഏതിനും. ഇന്ദ്രൻ അവസാനം പറഞ്ഞ ആ വാക്കിൽ മായയുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകി. ശില്പ റൂമിലേക്ക് ചെന്നു വല്ലാത്ത അമർഷത്തോടെ വാതിൽ വലിച്ചടച്ചു. ഛേ, എല്ലാം നശിപ്പിച്ചു. ശ്രീയേട്ടന്റെ അടി, ഇത്ര ആളുകൾക്ക് മുമ്പിലുണ്ടായ നാണക്കേട് ഇപ്പൊ വീണ്ടും. അവൾ പിറുവിറുത്തു. ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾക്ക് ആകെ പെരുത്തു വരുന്നുണ്ടായിരുന്നു. ആ ദേഷ്യത്തിൽ അവൾ വേഗം ഫോൺ എടുത്ത് പ്രശാന്തിനെ വിളിച്ചു. ഇതേ സമയം പ്രശാന്ത് ശാന്തയുടെ കൂടെ അവളുടെ ബെഡ്റൂമിലായിരുന്നു. ഡാ, ഫോൺ റിങ്ങിന്നു. തന്റെ മാറിലേക്ക് മുഖം ചേർത്തുറങ്ങുന്ന പ്രശാന്തിനെ തട്ടിക്കൊണ്ട് ശാന്ത പറഞ്ഞു. ശല്യം, അവിടെ കിടന്ന് അടിച്ചോട്ടെ. നീ അവിടെ അടങ്ങി കിടക്കടി. ഈ സുഖത്തിൽ ഞാനൊന്ന് മയങ്ങിക്കോട്ടെ. ഒരു ചിരിയോടെ അവളൊന്ന് മൂളിക്കൊണ്ട് അവന്റെ തലയിൽ തലോടി. ഒരു തവണ ഫോൺ റിങ്ങിൽ നിന്നും വീണ്ടും അടിച്ചു തുടങ്ങി. നാശം, ഈ താര പണ്ടാരടങ്ങാനായിട്ട്. പ്രശാന്ത് തലകുടഞ്ഞുകൊണ്ട് കൈയെത്തിച്ച് ഫോൺ കയ്യിലെടുത്തു. ശില്പ കോളിംഗ്. അതുകൊണ്ട് അവൻ ശാന്തയെ നോക്കി മിണ്ടലെന്ന് ആംഗ്യം കാണിച്ച് കോൾ അറ്റൻഡ് ചെയ്തു. പ്രശാന്ത് ഏട്ടാ. അവളുടെ വാക്കിൽ സങ്കടം നിറഞ്ഞു. എന്താണ് ഈ മോളെ, എന്താ പ്രശ്നം? ഏട്ടനിപ്പോ എവിടെയാ? ഞാൻ ജോലിയിലാ മോളെ, ജീവിക്കണ്ടേ? നിങ്ങളെപ്പോലെ അല്ലല്ലോ നമ്മള്. എന്നാർക്ക് വേണമെങ്കിലും ജീവിച്ചാലേ പറ്റുള്ളൂ. അതിന് കഷ്ടപ്പെടണം മോളെ. എന്തെങ്കിലും എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് മായന്റെ അരികിലേക്ക് വന്നാലോ എന്ന ചിന്തയിൽ ജീവിക്കുന്നവനാ ഞാൻ. അപ്പൊ അവിടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ കയ്യിൽ കാശ് വേണ്ടേ? അവൻ സങ്കടം വായിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ട് ശാന്ത പോലും അവൻ അമ്പരപ്പോടെ നോക്കി. സാറില്ല ഏട്ടാ, ചേച്ചി വരും. അതിന് പ്രശാന്ത് ഏട്ടൻ തന്നെ തീരുമാനിക്കണം. എന്താണ് നീ പറഞ്ഞു വരുന്നത്? അത് മറ്റൊന്നുമില്ല. ആ ഇന്ദ്രനില്ലേ, അയാൾക്ക് ചേച്ചിയോട് നല്ല അടുപ്പാ. അതില്ലാതാവണം. അയാളുടെ മനസ്സിൽ ചേച്ചി എന്ന വല്ലാത്ത പാവ. അതൊക്കെ ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ടേ ആവൂ. അതെങ്ങനെയാടി? അണ്ണാ കുഞ്ഞിനെ മരങ്കേറ്റം പഠിപ്പിക്കണോ പ്രശാന്ത് ഏട്ടാ? ആഹാ, നീ ആള് കൊള്ളാലോ വേണ്ടേ? ആ, അതെങ്ങനെയാ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ട ചെയ്യണം. എന്റെ വീട്ടിൽ നീ ശില്പ മാത്രം മതി. ഈ ശ്രീമംഗലത്ത് മരുമകളായിട്ട് രണ്ടുപേര് വേണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായി. വേണ്ട, ഞാൻ ചെയ്തോളാം. നീ ടെൻഷൻ ആവേണ്ട നിൽക്ക്. ഓക്കെ പ്രശാന്ത് ഏട്ടാ, ഞാൻ വെക്കുക. ആരെങ്കിലും കേട്ടോണ്ട് വന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഔട്ടാ. ശരിയടി. ശില്പയുടെ കോൾ കട്ട് ചെയ്ത് പ്രശാന്ത് ശാന്തയുടെ മുഖത്തേക്ക് നോക്കി. തന്റെ സംസാരം കേട്ടിട്ടാണ് തോന്നുന്നു മുഖം ബലൂണ് പോലെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്താണ് നിനക്കൊരു വണക്കം? ഒന്നുമില്ല. എന്നാലും അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പില്ലല്ലേ നീ ഇപ്പോഴും? പതുക്കെ അവന്റെ വാപ്പത്തി കൊണ്ട് ശാന്ത പറഞ്ഞു. എന്താടി? എന്താ നിനക്കറിയില്ലേ? വയ്യാണ്ട് കിടക്കുവാണെങ്കിൽ അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന എന്റെ ഭർത്താവാ. അത് നീ മറന്നുപോകരുത്. ആൾക്ക് ശരീരത്തിന് തളർച്ചയുള്ളൂ. കേൾവി ശക്തി, കാഴ്ചശക്തി അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓ, അത് അയാൾ കേൾക്കാൻ പോകുന്നൊന്നുമില്ലടി. അല്ലെങ്കിൽ അയാളെ കൊണ്ട് നിനക്ക് ഇനി എന്ത് ഉപകാരം അടിയുള്ളത്? വേണ്ട കേട്ടോ. നിർത്തി. നീ ഇങ്ങോട്ട് കിടക്കടി. എന്റെ കൊതി തീർന്നിട്ടില്ല. പിന്നെ നീ നേരത്തെ ചോദിച്ചില്ലേ ആ മായ, അവളെ കാത്തിരിക്കുന്ന കാര്യം. അവളെ എനിക്ക് വേണം. അത് എന്തിനാണെന്നറിയോ? വീട്ടിലൊരാളായിട്ട് കൊണ്ടുവെക്കാൻ. അല്ലാതെ എനിക്ക് അതിനോട് സ്നേഹം പോയിട്ടൊരു വണ്ണാങ്കട്ടയില്ല. എന്നിലെ പുരുഷനെ ഉണർത്താൻ നിന്നോളം മറ്റാരുണ്ട് ഈ ഭൂമിയിൽ? ഒരു വാഷളം ചിരിയോടെ പറഞ്ഞുകൊണ്ട് പ്രശാന്ത് അവളെ ബെഡിലേക്ക് കിടത്തി. നിമിഷ നേരം കൊണ്ട് അവളുടെ ചുവന്നു തീർത്ത ചുണ്ടും മാറിടവും അവൻ സ്വന്തമാക്കി. വീണ്ടും അവന്റെ സ്പർശനം അറിഞ്ഞതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു.
അവളുടെ പിടയിൽ അവനിലെ വികാരത്തിന് ചൂട് പിടിച്ചതും അവളെ തിന്നാനുള്ള കൊതിയോടെ അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. വൈകിട്ട് മിഥുൻ വന്നവും ശ്രീകുട്ടിയും ആളും പോവാനിടയായി. ഉമയോടും സത്യനോടും യാത്ര പറഞ്ഞ് അവർ കാറിലേക്ക് കയറി. ശ്രീമംഗലത്തുണ്ടായ പ്രശ്നങ്ങൾ അവർ ഉമയോടും സത്യനോടും പറഞ്ഞില്ല. ഇനി അമ്മയ്ക്ക് പുതിയൊരു പ്രശ്നത്തിന് ഇതൊരു കാരണമാവുമെന്ന് ശ്രീകുട്ടി പറഞ്ഞുകൊണ്ട് മാളു ഒന്നും മിണ്ടിയില്ല. രാവിലെ ശ്രീയേട്ടൻ വന്നും സംസാരിച്ചും കാരണം മറ്റുള്ളവരുടെ ഉമയുടെ പെരുമാറ്റത്തിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. മകളുടെ സങ്കടം അവരെ ഏറെ വേദനിപ്പിച്ചിരുന്നെങ്കിലും തറവാട്ടിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ നിന്നില്ല. ഇന്ദ്രൻ മായ വിവാഹം കഴിച്ചതിൽ ചെറിയൊരു ഇഷ്ടക്കേട് ഉണ്ടായി എന്നുള്ളതല്ലാതെ അവളോട് കാര്യമായിട്ട് വിരോധമൊന്നും ഉമ്മയ്ക്കില്ലായിരുന്നു. പക്ഷേ ശില്പയുടെ സ്വഭാവം ഇതിനോടൊക്കെ ഉമ്മയ്ക്ക് മനസ്സിലായിരുന്നു. അത് നോക്കുമ്പോൾ മായ എന്തുകൊണ്ട് നല്ലൊരാളാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഏട്ടാ ബീച്ചിലേക്ക് മറക്കണ്ട. മീതന്റെ കാറ് കയറ്റിടന്ന് റോഡിലേക്ക് ഇറങ്ങിയത് മാളുവിനോട് പറഞ്ഞു. എനിക്കറിയാം മാളു, അതിനാണല്ലോ ഉടനെ വരണമെന്ന് പറഞ്ഞ് നീ വിളിച്ച്. ഉച്ചക്ക് വിളിച്ചപ്പോൾ ശ്രീയന്റെ കൂടെ പോവാണെന്ന് പറഞ്ഞവര് വൈകിട്ട് ഇപ്പൊ വരണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനാകെ ഞെട്ടി. അല്ല ഇന്നെന്താ പുതിയ പ്രശ്നം? എല്ലാം നേരിൽ പറയാന്നല്ലേ നേരത്തെ വിളിച്ചപ്പോൾ നീ പറഞ്ഞ്. എന്റെ ഏട്ടാ ഒന്നും പറയണ്ട, ആ പെണ്ണ് തന്നെയാ പ്രശ്നം. ആര്, ശില്പയോ? അതെ. ഈ ശ്രീയേട്ടൻ ലൈഫ് ലോങ് അതിനെ എങ്ങനെ സഹിക്കും എന്തോ. പാവം മായച്ചികൾ പാവം തോന്നുന്നു ശ്രീയേട്ടൻ ഓർക്കുമ്പോൾ. മാളു ശ്രീമംഗലത്തെ വിശേഷങ്ങൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീകുട്ടിയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. എന്തോ പുറത്തുള്ള ഓരോ മരങ്ങളും ചെടികളും എല്ലാം അവൾക്കൊരു ആശ്വാസം നൽകുന്നവയായിരുന്നു. മിഥുനും മാളുവും അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയതുമില്ല. അങ്ങനെ അവർ നേരെ പോയത് ബീച്ചിലേക്കാണ്. മാളുവും ശ്രീകുട്ടി ഇറങ്ങിയതും കാറ് കുറച്ചപ്പുറത്തേക്ക് പാർക്ക് ചെയ്ത് മിഥുനും ഇറങ്ങി. അവർ 3 പേര് ഓരോന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയതും കണ്ടു. ശ്രീഹരിയും കൂടെ മറ്റൊരാളും. ഒരു ചായക്കട അടുത്ത് ചായം കുടിച്ചുകൊണ്ട് അവർ പരസ്പരം എന്തോ സംസാരിക്കുന്നു. ശ്രീയേട്ടാ, പിന്നിൽ നിന്നുള്ള വിളിയായിട്ടും ശ്രീഹരി ഞെട്ടിത്തിരിഞ്ഞു. ആ മിഥുൻ, അല്ല നിങ്ങളല്ലേ വരുന്നില്ലെന്ന് പറഞ്ഞ്? ഓ, നമ്മുടെ കൂടെ വരില്ലായിരിക്കും അല്ലേ? ഒരു പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് ശ്രീഹരി മാളുവിനെയും ശ്രീകുട്ടിയെയും നോക്കി. അയ്യോ ഏട്ടാ, അങ്ങനെയല്ല. ശ്രീകുട്ടി പെട്ടെന്ന് അവന്റെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു. വീട്ടിലൊരു സീൻ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടേട്ടാ അങ്ങനെ പറഞ്ഞ്, അല്ലാതെ ഏട്ടൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. അതേ ശ്രീയേട്ടാ, ഞങ്ങൾ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടായാ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. സാരമില്ല, എനിക്ക് മനസ്സിലാവും. ശ്രീഹരി അവരെ സമാധാനിപ്പിച്ചു. അതിനെന്താ ശ്രീയേട്ടാ, ഇനി നമുക്ക് പൊളിക്കാലോ. എല്ലാവരും ഇവിടെ എത്തില്ലേ? അത് ശരിയാ, എല്ലാവരും വാ. രാജീവ് വാടാ, ഇതെന്റെ ഫ്രണ്ട് രാജീവ്. ഞാൻ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവനെ വിളിച്ചു. ബീച്ചിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് വിട്ടു. പരസ്പരം സംസാരിച്ച് അവർ കടൽ തീരത്തേക്ക് നടന്നു. ഇന്ദ്രേട്ടാ, മായ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു. ഇന്ദ്രൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾ നോക്കി. എന്താണോ? ഏയ് ഒന്നുമില്ല. അത് വെറുതെ, താനെന്തോ ചോദിക്കാൻ വന്നാണല്ലോ. ഇല്ല ഇന്ദ്രേട്ടാ, ഒന്നുമില്ല. പറമായ എന്താണ്? അതെ, ചോദിക്കുന്നുണ്ടെന്ന് കരുതരുത്. ഇല്ലടോ, താൻ ചോദിക്കുക. അത് വൈകിട്ട് ശ്രീയേട്ടൻ വീട്ടിൽ നിന്ന് പോയതല്ലേ, ഇന്ദ്രേട്ടൻ വിളി. മനസ്സിലായി. താനിത് ചോദിക്കുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നു. ഏട്ടനൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ്റെ ഫ്രണ്ട് രാജീവിൻ്റെ കൂടെ ബീച്ചിലാ. പിന്നെ കൂടെ ശ്രീകുട്ടിയും ആളും ഉണ്ട്. തൽക്കാലം തൻ്റെ അനിയത്തി ഇതൊന്നും അറിയണ്ട. അറിഞ്ഞാൽ അതിന് കുറ്റം തനിക്കായിരിക്കും. അപ്പൊ താൻ നിന്ന് കരയും, വേറെ ഒന്നും ഉണ്ടാവില്ല. അത് പറഞ്ഞ് ഇന്ദ്രൻ ചിരിച്ചു. അവന്റെ സംസാരം കേട്ട് മായ ഒരു ചമ്മലോടെ തലതാഴ്ത്തി. അതെ, പിന്നെ തന്റെ ഫ്രണ്ടിന്റെ നമ്പർ ശിവ മെസ്സേജ് അയച്ചിരുന്നു. ആ ഫോൺ താൻ വിളിച്ചു നോക്ക്. ഇന്ദ്രൻ ഫോൺ മായയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ഫോൺ വാങ്ങി ബാൽക്കണിയിലേക്ക് നടന്നു. ധനിയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്ത് അവൾ കാത്തിരുന്നു. 3-4 തവണ റിങ് ചെയ്തും അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ആയിരുന്നു. ഇന്നലെ മുതൽ നടന്ന സംഭവങ്ങൾ ഓരോന്നും ധനിയോട് പറഞ്ഞു കഴിഞ്ഞതും അവളുടെ മനസ്സൊന്നും ശാന്തമായിരുന്നു. ഇനി താൻ ഷോപ്പിലേക്ക് വരേണ്ടതില്ലെന്നും വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ ആവാതെ അവിടെ കഴിയാൻ പറഞ്ഞിട്ട് ധന്യ സംസാരം അവസാനിപ്പിച്ചു. ഇനിയെങ്കിലും തന്റെ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ എറിഞ്ഞു കൊടുക്കരുതെന്നും ധന്യ അവളെ ഓർമ്മിപ്പിച്ചു. ധന്യയുമായുള്ള സംസാരം കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തുമായ ഓരോന്ന് ആലോചിച്ച് കുറച്ച് സമയം അങ്ങനെ നിന്നു. തന്റെ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് ഓരോ മാറ്റവും ഉണ്ടായത്. ഒരുപാട് വർഷങ്ങൾ ശ്രീയേട്ടൻ എന്നൊരു ചിന്തയും സ്വപ്നവും മോഹവും പ്രതീക്ഷയുമായി കഴിഞ്ഞ താൻ ഇന്ന് എവിടെയെത്തി? ശ്രീമംഗലം വീട്ടിലെ ശ്രീഹരിയുടെ താലി കഴുത്തിലണിഞ്ഞ് കയറി വരാൻ കൊതിയോടെ കാത്തിരുന്നവൾ ഇന്ന് അതേ വീട്ടിലെത്തിയിരിക്കുന്നു. പക്ഷേ ശ്രീഹരിയുടെ താലിയുടെ അവകാശിയല്ലെന്ന് മാത്രം. ശ്രീഹരിയുടെ അനിയൻ ഇന്ദ്രന്റെ താലിയുടെ അവകാശിയാണെന്ന്. അവൾ ഇന്ദ്രൻ തന്റെ കഴുത്തിൽ കെട്ടിയ താലിയിലൊന്ന് പിടിച്ചു. എന്തോ ആ നിമിഷം അവൾക്ക് വല്ലാത്ത ധൈര്യം വന്ന പോലെ. ആ സമയമാണ് ശ്രീമംഗലം വീടിന്റെ ഗേറ്റ് കടന്ന് ശ്രീഹരിയുടെ കാറ് മുറ്റത്തേക്ക് കയറിയത്. മായയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ മുറ്റത്തേക്ക് നീണ്ടു. ഡോ, താനിതെന്താ സ്വപ്നം കാണുവാണോ? പെട്ടെന്ന് ഇന്ദ്രൻ ബാൽക്കണിലേക്ക് വന്നുകൊണ്ട് ചോദിച്ച മായൊന്ന് ഞെട്ടിത്തിരിഞ്ഞു. എന്താണോ, പേടിച്ചു പോയോ? ഏയ് ഇല്ല. അവന് നോട്ടവും ചോദ്യവും എല്ലാം കൂടെ ആയപ്പോൾ അവളൊരു പരിഭ്രമത്തോടെ പറഞ്ഞു. ഏട്ടൻ വന്നുവല്ലേ? അവളൊന്ന് മൂളിക്കൊണ്ട് റൂമിലേക്ക് കടന്നു. അവളെ നോയിക്കൊണ്ട് ഇന്ദ്രൻ അവൾക്ക് പിന്നാലെ റൂമിലേക്ക് നടന്നു. അപ്പോഴാണ് മായയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്ത്. നോക്കുമ്പോൾ ശ്രീയേട്ടൻ. ഇന്ദ്രൻ അകത്തേ വരുന്നുണ്ടത് മായ ഫോൺ അവന്റെ നേരെ നീട്ടി. ആ ഏട്ടാ എന്തേ? ഫോൺ അറ്റൻഡ് ചെയ്ത് ഇന്ദ്രൻ ചോദിച്ചു. നീ ഒന്ന് വീണ്ടും പുറത്തേക്ക് വാ, കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ വരാം. ഫോൺ കട്ട് ചെയ്ത് ഇന്ദ്രൻ മായയെ നോക്കി. ദാ ഫോൺ, നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ, ഞാനിപ്പോ വരാം. ഇല്ല ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടൻ കൊണ്ടുപോയിക്കോളൂ. വേണ്ടാടോ, താൻ ശിവെങ്ങാനും വിളിച്ചു നോക്ക്.
അവൻ പറഞ്ഞ ഫോൺ അവിടെ കയ്യിൽ വെച്ച് കൊടുത്ത് ഇന്ദ്രൻ പുറത്തേക്ക് കടന്നു. അപ്പോഴാണ് ശില്പയും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ശില്പ ഇന്ദ്രനെയും അവന്റെ റൂമിലേക്ക് വന്ന് നോക്കി. അത് കണ്ടും കുറച്ച് മുന്നോട്ട് നടന്ന ഇന്ദ്രൻ തിരിച്ചു വന്ന് തന്റെ റൂമിന്റെ വാതിൽ വലിച്ചടച്ചു. അത് കണ്ട് ഇന്ന് ശില്പയിൽ വല്ലാത്തൊരു നടുക്കം സൃഷ്ടിച്ചു. രാത്രി 8 മണി കഴിഞ്ഞു. മിഥുനും ആളും ശ്രീകുട്ടിയും വീട്ടിലെത്തുമ്പോൾ ശ്രീകുട്ടി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് മാള് നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഭക്ഷണമെല്ലാം മാളുവിന്റെ അമ്മയും ഉണ്ടാക്കിയിരുന്നു. കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറിയപ്പോഴേ ശ്രീകുട്ടിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ആ സന്തോഷത്തിൽ അവൾ അപ്പച്ചിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു. മോളെ വാ. സുമതി അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഉമയെ പോലെയല്ല സുമതി. ഉമയ്ക്ക് ഭർത്താവിന്റെ കുടുംബക്കാരോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ സുമതിക്ക് ഉമയുടെ കുടുംബത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടവും വാത്സല്യവും ശ്രീകുട്ടിയോടും ഉണ്ട്. ശ്രീകുട്ടിക്ക് പിന്നെ എല്ലാവരും വേണം. മനഃപൂർവ്വം അവൾ ആരിൽ നിന്നും അകന്നു നിൽക്കില്ല. അപ്പച്ചിയുടെ വീട്ടിലേക്ക് ഒരുപാട് നാൾ കൂടെ വരുന്നതുകൊണ്ട് ഈ വരവ് അവളിൽ ഉന്മേഷം നിറച്ചു. സാധാരണ ഉമ്മയ്ക്ക് താല്പര്യമില്ലാത്ത കാരണം അച്ഛൻ കുടുംബത്തിലേക്ക് വല്ലാതെ അവളും വരാറില്ല. സുമതി കൊടുത്ത ജ്യൂസും കുടിച്ച് അവർ ഓരോരുത്തരും ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയി. രാത്രി ഫുഡ് കഴിക്കാനായി മാധവനും മഹിയും ഇരുന്നു. അവർക്ക് വിളമ്പി കൊടുക്കാനായി ശോഭയും ശ്രേയ അരികിൽ തന്നെയുണ്ട്. ശിവയെ അപ്പോഴും ശോഭ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും വന്നില്ല. അവളുടെ ഈ നിരാഹാരം ശോഭയുടെ മനസ്സിൽ വല്ലാത്ത വേദന നിറച്ചു. എല്ലാവരെക്കാളും ചെറുത് അവളാണ്. ആ കാരണം കൊണ്ട് തന്നെ വല്ലാതെ ലാളിച്ചു വളർത്തി. തന്നേക്കാൾ കൂടുതൽ മായായിരുന്ന അവൾക്ക് അമ്മ. തെറ്റു പറയാനൊക്കില്ല. അവൾ വേദനിക്കുമ്പോൾ ശിവയുടെ ഉള്ളവും കരയുന്നു. ഇതൊക്കെ കണ്ടിട്ടും തന്റെ മക്കളുടെ ഉള്ളം കരയുന്നു മനസ്സിലാക്കാൻ എന്താണ് തനിക്ക് സാധിക്കാത്തത്? വൈകിട്ട് ശിവ പറഞ്ഞ പോലെ പ്രശാന്ത് പറയുന്ന വാക്കിൽ എന്തെങ്കിലും സത്യമുണ്ടോ? താനും മാധവേട്ടനും തന്റെ കുഞ്ഞിനെ മനസ്സിലാവാതെ അകറ്റി നിർത്തുകയാണ്. വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ കൺമണി അവൾ ഇന്ന് മറ്റൊരു വീട്ടിൽ ഹൃദയം പൊട്ടി കരഞ്ഞ് ജീവിക്കുന്നുണ്ടാവില്ലേ? തെറ്റുപറ്റിയോ ഈശ്വര? അങ്ങനെയെങ്കിൽ ഇന്നൊരു അമ്മയും ചെയ്യാത്ത പ്രവൃത്തിയല്ലേ ഞാൻ എൻ്റെ മോളോട് ചെയ്ത്? അമ്മ എന്താ ഇത്ര വലിയ ആലോചന? മായി ചോദിച്ച ശോഭ ഞെട്ടലോട് അവനെ നോക്കി. ഏയ് ഒന്നുമില്ല, ഞാനിപ്പോ വരാം, നിങ്ങൾ കഴിക്കേ. ശോഭ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നീങ്ങി. ശോഭയുടെ അമ്മമ്മൻ ആ സമയം എന്തിനോ വേണ്ടി ഒരുങ്ങി. കണ്ണുകൾ നിറഞ്ഞ അവർ ബാത്റൂമിലേക്ക് കയറി. ഒരു നിമിഷം ആ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറഞ്ഞൊഴുകി. എന്തിന്? ആർക്കു വേണ്ടി? ഒന്നും അവർ അറിഞ്ഞതേയില്ല. ഇതേ സമയം ശിവ മായയോട് ഫോണിൽ സംസാരിച്ച് കോൾ കട്ട് ചെയ്ത് ഹാളിലേക്ക് വന്നു. ആഹാ, ഇതാരാ? നിങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നോ? മയുടെ തന്നെ നേരെയുള്ള ചോദ്യവും പരിഹാസവും പാടെ അവഗണിച്ച് ശിവ ചെയർ വലിച്ചിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് അല്പം ചോറും കറിയും ഒഴിച്ച് ആരെയും നോക്കാതെ കഴിക്കാൻ തുടങ്ങി. നീയല്ലേ നിരാഹാരണെന്ന് അമ്മ പറഞ്ഞ്, അതൊക്കെ കഴിഞ്ഞോ? വീണ്ടും അവളെ ചൂടാക്കാൻ മഹിയോരും ചോദിച്ചുകൊണ്ടിരുന്നു. തൽക്കാലം ആരെന്ത് പറഞ്ഞാലും എൻ്റെ മോളൊന്നും പറയരുത്, ഈ ചേച്ചിയെ ഓർത്തിട്ടെങ്കിലും എന്നുള്ള മായയുടെ ഉപദേശം അവളുടെ മനസ്സിലേക്ക് വന്നു. അവൾ അവനെ നോക്കുപോലും ചെയ്തില്ല. സാധാരണ എന്തെങ്കിലും കാര്യങ്ങളോട് ചോദിച്ചാൽ വീട് അങ്ങനെ തന്നെ എടുത്തിട്ട് കീഴ്മേൽ വെക്കുന്ന സ്വഭാവമാണ് അവൾക്ക്. ഇത് ഇത്രയും സൈലന്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് മഹിയും അച്ഛനും അത്ഭുതം നിറഞ്ഞു. അതുകൊണ്ടാണ് ശോഭ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു. ശിവ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലൊരു തണുപ്പ് നിറഞ്ഞു. അവള് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ശോഭയൊന്നും പറഞ്ഞില്ല. മോളെ ശ്രേയ, നീ ഇരിക്കേ, നമുക്കും കഴിക്കാം. ശോഭ ശിവയെ നോക്കി ശ്രേയയോട് പറഞ്ഞിട്ട് ശിവയുടെ അരികിലെ ചെയറിലേക്ക് ഇരുന്നു. ശിവ ഇടയ്ക്കിടയ്ക്ക് ശോഭ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ശിവ ആ ഭാഗം പോലും ശ്രദ്ധിച്ചില്ല. കുറച്ച് മാത്രം കഴിച്ച് ആരെയും നോക്കാതെ അവൾ എഴുന്നേറ്റ് കൈ കഴുകി റൂമിലേക്ക് പോയി. അവളുടെ മൗനം ശോഭയാകെ വേദനിപ്പിച്ചെങ്കിലും അവൾ എന്തെങ്കിലും കുറച്ച് കഴിച്ചില്ല എന്നൊരു സമാധാനം അവരിൽ ഉണ്ടായിരുന്നു. മാളുവും ശ്രീകുട്ടിയും ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും മാളുവിന്റെ അച്ഛൻ രാജനും ഓഫീസിൽ നിന്ന് എത്തിയിരുന്നു. അദ്ദേഹത്തിന് മാളുവിന് വലിയ കാര്യമാണ്. അവർ കൂടെ വന്ന് സുമതി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. ഒരുപാട് നാളുകൾക്ക് ശേഷം വല്ലാത്തൊരു സന്തോഷത്തോടെ ശ്രീകുട്ടി അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. കഴിക്കുന്നിടയിൽ തന്റെ നേരെ നീളുന്ന മിഥുന്റെ കണ്ണുകൾ അവൾ കണ്ടിരുന്നെങ്കിലും തൽക്കാലം അതിലേക്ക് ശ്രദ്ധിക്കാൻ അവൾ നിന്നില്ല. ഏറെ സ്നേഹിച്ചിട്ടും തിരികെ കിട്ടാത്ത പ്രണയത്തിന്റെ വേദന അവളുടെ ഉള്ളിൽ ഒരു നോവായി അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. എങ്കിലും ഈ കുറഞ്ഞ സമയം കൊണ്ട് അതിൽ നിന്നൊക്കെ അവൾ തന്നിലേക്ക് തിരിച്ചു വന്നിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ശ്രീയേട്ടൻ തന്നെയാണ്. ഇന്ദ്രേട്ടനെ ഓർത്തിടക്ക് ഹൃദയം പിടയുമ്പോൾ അവളുടെ ഓർമ്മയിൽ തെളിയുന്ന ശ്രീയേട്ടനാണ്. വർഷങ്ങളായി പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും സ്നേഹിച്ചും കാത്തിരുന്നു. ഒരു താലിച്ചരടിൽ ഒന്നാവൻ ദിനങ്ങൾ എണ്ണി നോക്കിയിരുന്നു. എന്നിട്ടോ വിധി തീർത്ത വിളയാട്ടം. സ്നേഹിച്ച പെണ്ണ് അനിയന്റെ പെണ്ണായി അതേ വീട്ടിൽ തന്റെ കൺമുമ്പിൽ. ഒരിക്കലും ഒന്നിക്കാൻ ഇടയില്ലാഞ്ഞിട്ടും സ്നേഹിച്ച പെണ്ണിന് അനിയത്തെ താലി കെട്ടി കൊണ്ടുവന്നു. എല്ലാം വിധി, അത്രയേ കരുതാൻ പറ്റുള്ളൂ. ശ്രീകുട്ടിയുടെ നെടുവീർപ്പോടെ അവരെ ഓരോരുത്തരെയും നോക്കി കഴിപ്പ് തുറന്നു. ഇതിൽ നിന്നൊക്കെ തനിക്ക് സപ്പോർട്ടായി നിന്ന മാളുവിന്റെയും മിഥുവിന്റെയും സഹായം ചെറുതല്ല. അതിനവളൊന്നും പറയാതെ അവരെ നന്ദിയോടെ നോക്കി. ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരവരുടെ റൂമിലേക്ക് പോയി. എന്താണ് നിനക്കൊരു ആലോചന? ചോദിച്ചു കേട്ടില്ലേ? പുറത്തേക്ക് വന്ന ഇന്ദ്രനോട് തന്റെ മനസ്സിലുള്ള കാര്യം ശ്രീഹരി ചോദിച്ചു. ഇന്ദ്രൻ മൗനമായി പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി. പറയ്, ഒന്നറിയാൻ മാത്രം. ഏട്ടന് വേറെ പണിയൊന്നുമില്ലേ? ഏട്ടൻ സംസാരിക്കണമെന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ കരുതി ഏട്ടന്റെ കാര്യങ്ങൾ വല്ലതുമാണെന്നാ. ഇത് പക്ഷേ എന്റേതെന്ത് കാര്യം? അതങ്ങനെ പോവും, മരണം വരെ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയുന്നേട്ടാ. പിന്നെ ഞാൻ എന്തു പറയണം? ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന അവളോട് ഞാൻ എന്തു പറയാനാ? പിന്നെ ഞാൻ നോക്കും നന്നാവുമെന്ന്. എന്തായാലും തലയിലെടുത്ത് വെച്ച് പോയില്ലേ ഏട്ടാ? ഇന്ദ്രൻ ഏറെ വിഷമത്തോടെ വിളിച്ചു. അത് നീ വിട്, ഇത് പറയ. അത് അങ്ങനെയൊന്നുമില്ല ഏട്ടാ. പിന്നെ എങ്ങനെയാ പറയുന്നറ?
ഏട്ടനെന്താ അറിയണ്ട്? ശ്രീകുട്ടി എനിക്ക് ഇഷ്ടമായിരുന്നല്ലയോ? അതല്ലേ? അതെ, സത്യം മാത്രം പറഞ്ഞാൽ മതി. ഇഷ്ടമായിരുന്നു, പക്ഷേ അത് ഏട്ടൻ കരുതുന്ന പോലെ ഇഷ്ടമല്ല. ശ്രേയ എനിക്ക് എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു ഇഷ്ടം. അതിനപ്പുറത്ത് ഒരിക്കൽ പോലും എനിക്കൊരു ഇഷ്ടം അവളോട് തോന്നിയിട്ടില്ല. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് നിർത്തി. ശേഷം ശ്രീഹരിയുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം ഏട്ടന്റെ മുഖമൊന്ന് തെളിഞ്ഞു. ശ്വാസം നേരെ വീണ് അവന്റെ കണ്ണിൽ പതിഞ്ഞു. ഇഷ്ടമായിരുന്നു ഏട്ടാ. എന്റെ പെണ്ണാണെന്ന് കരുതുകയും ചെയ്തിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇന്ന് എൻ്റെ ഉള്ളിൽ അവൾ എൻ്റെ അനിയത്തി മാത്രമാണ്. ഞാൻ കിട്ടിയ താലി മാത്രമല്ല, ഹൃദയവും ഇന്ന് മറ്റൊരാളുടെ കയ്യിലാണ്. അവളോട് നീതി പുലർത്തില്ലെങ്കിൽ ഞാനൊരാണല്ല. അതുകൊണ്ട് തന്നെ ഈ ജന്മം അടുത്ത ജന്മവും എൻ്റെ പെണ്ണായി എൻ്റെ താലിയാർത്തി കയറി വന്നവൾ മാത്രമായിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ഏട്ടൻ സ്നേഹിച്ച പെണ്ണിനെ ഞാനായിട്ട് കരയിപ്പിക്കില്ല, അകറ്റി നിർത്തുകയില്ല. പിന്നെ ശ്രീകുട്ടി, അതാരും അറിയാത്തൊരു സുഖമുള്ള നോവായിട്ട് അവിടെ കിടന്നോട്ടെ. അവൾ പോലും അറിയണ്ട. ഇന്നലെ ശ്രീഹരിയുടെ മുഖത്തേക്ക് നോക്കി മനസ്സാൽ മൊഴിഞ്ഞു. ഏട്ടാ, ഇന്ദ്രനെ വിളി കേട്ട് ശ്രീഹരി അവൻ്റെ അരികിലേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിന്ന് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളെ നോക്കിക്കോണേടാ. ശ്രീഹരി ഒരു ഇടർച്ചയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയായി ഇന്ദ്രൻ ഏട്ടൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. ഏട്ടമാ, മതി മഞ്ഞിലെന്ന്. ശരിയടാ, സോറി, ഞാൻ കുറച്ച് ഇമോഷനായി. അതൊന്നും സാറില്ല, എൻ്റെ അടുത്തല്ലേ. ഏട്ടമാ, ഒരു പുഞ്ചിരിയോടെ ഇന്ദ്രൻ പറഞ്ഞു. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. ശ്രേയ, എന്താ മയ്യേട്ടാ? നീ എന്തെങ്കിലും കാര്യങ്ങളോട് മറച്ചു വെക്കുന്നുണ്ടോ? ഞാനോ? അതെ. ഇല്ല മയ്യേട്ടാ, അല്ലെങ്കിൽ ഞാൻ എന്ത് മറച്ചു വെക്കാനാ? അത് മയ്യേട്ടനോട്. ആയിക്കോട്ടെ, നിന്നെ എനിക്കറിയാലോ, ഞാൻ വെറുതെ ചോദിച്ചാ. അതെ, പിന്നൊരു കാര്യം, രാവിലെ ഹോസ്പിറ്റൽ റെഡി ആയിക്കോ കേട്ടോ. ഇതുവരെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒന്നും നടത്തിയില്ലല്ലോ, ഉടനെ നടത്തണം. നാളെ രാവിലെ നമുക്ക് പോവാം. പെട്ടെന്ന് മായി പറഞ്ഞിട്ട് ശ്രേയ ഞെട്ടലോടെ അവനെ നോക്കി. എന്താടി നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്താ? എന്താന്നോ? നീ എന്നെ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന്? അതൊന്നുമില്ല മയ്യേട്ടാ, ഞാൻ വെറുതെ നോക്കിയതാ. എന്നാ നാളെ രാവിലേക്ക് ഒരുങ്ങിക്കോ, നല്ല ക്ഷീണം, ഞാൻ കിടക്കട്ടെ. അതും പറഞ്ഞ് മായി ബെഡിലേക്ക് കിടന്നു. ശ്രേയ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് വിയർത്തു. നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യ്. വീണ്ടും മൈയുടെ ശബ്ദം കേട്ടതും ശ്രേയ ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ അരികിലായി കിടന്നു. മനസ്സാ കൈവിട്ട അവസ്ഥയായിരുന്നു. നാളത്തെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നറിയാതെ അവൾ കുഴങ്ങി. എത്ര ആലോചിച്ചിട്ട് ഒരു പിടി അവൾ കിട്ടിയില്ല. ആദ്യമേ സത്യം മയ്യേട്ടനോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ എത്തിപ്പെടില്ലായിരുന്നു. പെട്ടെന്ന് അവൾക്ക് ശില്പയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അവൾക്ക് വേണ്ടിയില്ല താൻ ഇതൊക്കെ ചെയ്ത്. അവൾ പറഞ്ഞിട്ടല്ല ഇല്ലാത്ത ഗർഭം പോലും ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവൾ പറഞ്ഞുതരും. ശ്രേയക്ക് അത് ഓർമ്മയിൽ വന്ന് ഫോൺ എടുത്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. വിളിക്കാനിപ്പോൾ കഴിയില്ല. വിളിച്ചാലും ആരെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന വിഷയമല്ലല്ലോ ഇത്. ഹായ്. ശ്രേയ ഹായ് മെസ്സേജ് അയച്ചും തിരിച്ചൊരു ഹായ് ഇങ്ങോട്ടും വന്നു. തിരിച്ച് മെസ്സേജ് കണ്ടതും ശ്രേയ കാര്യങ്ങൾ ശില്പയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജിലൂടെ അറിയിച്ചു. പിന്നെ കുറച്ച് സമയത്തേക്ക് ഒന്നും വന്നില്ല. വീണ്ടും ശ്രേയ ഹായ് അയച്ചും ശില്പ ബിസിയാണെന്നും നാളെ മോർണിംഗ് വിളിക്കാമെന്നും പറഞ്ഞ് ഓൺലൈനിൽ നിന്നും പോയി. അത് കണ്ടും കുറച്ചൊരു ടെൻഷൻ മനസ്സിൽ വന്നെങ്കിലും അവൾ എന്തെങ്കിലും വഴി കാണുമെന്ന് ശ്രേയ മനസ്സാൽ ഉറപ്പിച്ചു. ഫോൺ എടുത്ത് വെച്ച് കിടന്നു. ഏട്ടാ, അതെ, ഇങ്ങനെ മിണ്ടാന്നിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കണം കേട്ടോ. അത് രാവിലെ ശ്രീകുട്ടി എഴുന്നേൽക്കുന്നതിന് കുറച്ച് മുമ്പ് എഴുന്നേറ്റ് മാളും ഇതിന്റെ റൂമിലേക്ക് വന്നാണ്. അവനെ വിളിച്ചുണർത്തി ശ്രീകുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി. ഇത്രയും നേരത്തെ വിളിച്ചുണർത്തിയതിൽ ആദ്യം മാളുവിനോട് ദേഷ്യം തോന്നിയെങ്കിലും ശ്രീകുട്ടിയുടെ കാര്യം കേട്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. എന്നാലും മോളെ, ഞാനെങ്ങനെയാ ഈ അവസ്ഥയിൽ അവൾ കൂടുതൽ വേദനിപ്പിക്കണോ? എൻ്റെ ഏട്ട ഇപ്പോഴാണ് ശ്രീക്ക് ഏട്ടനെ ആവശ്യം. കാരണം എത്ര നാളവൾ പുറമെ സന്തോഷമായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും ഉള്ളിൽ വല്ലാത്ത വിഷമവും വേദനയുണ്ടാവും. ആ വേദനയിലേക്ക് ഒരു മരുന്നാവണം ഏട്ടൻ കൊടുക്കുന്ന സ്നേഹം. അതാണ് വേണ്ടത്. മാളു, വേണ്ടടി, കുറച്ച് കഴിയട്ടെ, അവളുടെ സങ്കടങ്ങളൊക്കെ മാറട്ടെ, എന്നിട്ട് പതിയെ പറയാം. എന്നാ അങ്ങനെ ചെയ്യും. അപ്പോഴേക്കും നല്ല ആമ്പിള്ളേർ അവളെ കൊത്തിക്കൊണ്ടങ്ങ് പോകും. അപ്പോഴും ഇതന്നെ പറഞ്ഞിരുന്നു, ഞാൻ പോണു, ഏട്ടൻ നന്നാവൂല. എടി പോലെ, ഞാൻ സംസാരിച്ചോളാം ഇന്ന് തന്നെ. വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. അല്ലേടി, അങ്ങനെയല്ല, സംസാരിക്കും ഞാൻ. സംസാരിച്ച ഏട്ടന് കൊള്ളാം, ഇല്ലെങ്കിൽ അവളങ്ങ് പോവും. മാമന് ഇന്നലെ കൂടെ പറയുന്ന കേട്ടു ശ്രീകുട്ടിക്ക് നല്ലൊരു ചെക്കനെ കണ്ടെത്തണമെന്ന്. അങ്ങനെ വന്ന് അവിടെ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നതിന് വൈകില്ല, ഇന്ന് തന്നെ സംസാരിക്കും. ഓക്കെ, എന്ന് ഞാൻ ചെല്ലട്ടെ. അവൾ എഴുന്നേറ്റാവോ? മീതിന് അവൾ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. മാളുവിന്റെ മനസ്സ് റൂമിലേക്ക് നടക്കുമ്പോൾ ശാന്തമായിരുന്നു. ഒരുപാട് ഇഷ്ടമാണ് ഏട്ടൻ അവളെ. അവളെ കാണുമ്പോൾ ആ കണ്ണുകളിൽ താനത് എത്രയോ കണ്ടിട്ടുണ്ട്. അതുമല്ല, ഏട്ടന്റെ ഡയറിയിൽ ഓരോന്നും വ്യക്തമായി അവളോടുള്ള പ്രണയം അങ്ങനെ തന്നെ കുറിച്ചു വെച്ചിട്ടുണ്ട്. തുറന്നു പറയണമെന്ന് ഒരുപാട് കരുതിയിട്ടും ഇന്ദ്രേട്ടനോട് അവൾക്കുള്ള ഇഷ്ടം കാരണം മനസ്സിൽ വെച്ചതാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആ ഡയറിയിലുണ്ട്. ഇപ്പൊ ഇന്ദ്രേട്ടൻ ഇല്ലല്ലോ, അപ്പൊ അത് നടക്കട്ടെ. അല്ല മാളു, നീ ഇത് എവിടെ പോയത് എന്നെ വിളിക്കാണ്ട്? ഞാൻ താഴെ ഉണ്ടായിരുന്നടി, നീ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി, അതാ. നമുക്കിന്ന് കോളേജിൽ പോകണ്ടേ? ഇന്നലെ ലീവായതുകൊണ്ടൊരു മടി. ആഹാ, നല്ല ആളാണല്ലോ. അമ്മ കേൾക്കണ്ട. അതെന്താ? അല്ല, അമ്മേനോട് പറയും നിന്നെ കണ്ടിട്ട് പഠിക്കാനാ. ഇതെങ്ങാനും നിന്റെ പുന്നാര അപ്പച്ചിയോട് പറഞ്ഞാൽ നല്ല രസമായിരിക്കും. അയ്യോ, ചതിക്കല്ലേ വേണ്ടേ? എനിക്കൊരു മടിയില്ല, ഞാനിതാ നല്ല കുട്ടിയായി. അതുപോലെ ശ്രീകുട്ടി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. മാളോടെ പോക്കേണ്ട ഒരു പുഞ്ചിരിയോടെ നിന്നു. തുടരും.
ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.